ഈ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എക്സംഷൻ കൊടുത്തില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് MLA അല്ലാത്തൊരാൾ വന്ന് മുഖ്യമന്ത്രി ആവാൻ അത് സാധ്യത എത്രമാത്രം? അത് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലത്തെ ചില പേരുകളൊക്കെ പരിഗണനയിലുള്ളതുകൊണ്ട് അപ്പോൾ അവർക്കെതിരായിട്ട് പറഞ്ഞു എന്നുള്ള ഫ്ലാഷ് ആയിരിക്കും വരിക. ഞാൻ അങ്ങനെ ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകുന്നില്ല. അല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കം പണ്ടുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ അതിനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എൻ്റെ അഭിപ്രായങ്ങൾ പലതും ഉണ്ട്. അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പരസ്യ ചർച്ചയിലേക്ക് പോവില്ല. എന്നാൽ ഹൈക്കമാൻഡ് പാർട്ടി വേദിയിൽ അഭിപ്രായം പറയണമെന്ന് പറയുമല്ലോ, ഈ വേദിയിൽ ഞാൻ അഭിപ്രായം പറയും. ചെന്നിത്തല ഇപ്പം ഡൽഹിയിലാണ്, അവിടെ വലിയ രീതിയിലുള്ള ചരടുവലികൾ നടത്തുന്നു എന്നൊക്കെയാണ്. അല്ല, അത് ശരിയല്ല. അദ്ദേഹം മഹാരാഷ്ട്രയുടെ കാര്യത്തിന് പോയതാണ്. അദ്ദേഹം ചരടുവലിക്കാൻ പോയതൊന്നുമല്ല. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് അങ്ങനെ കാര്യമുള്ള ചരടുവലി നടക്കില്ല. അതിൽ നിന്ന് കാലത്ത് പോയിട്ട് വൈകുന്നേരം വന്നു. മഹാരാഷ്ട്രയിലെ പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വാർത്തകൾ പ്രചരിക്കുന്നത് അത് ശരിയല്ല. കാരണം കാലത്ത് പോയിട്ട് വൈകുന്നേരം വരെ എന്ത് ചരടുവലി നടത്താണ്? അങ്ങനെയാണെങ്കിൽ അവിടെ താമസിച്ച് ഒരാഴ്ച താമസിക്കണം. അതൊന്നും നടത്തിയിട്ടൊന്നുമില്ല. നമ്മളതിനെ വെറുതെ അനാവശ്യമായിട്ട് ആരെയും കുറ്റപ്പെടുത്തരുത്. അതെ. ഈ അങ്ങ് ഒരു പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നു ആ സമയത്ത്, PCC പ്രസിഡന്റായി. അതിന്റെ ഒരു തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകേണ്ട ഒരാൾ, അതായത് അന്ന് AK പറഞ്ഞിരുന്ന ഒരു വാചകം ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ നിന്ന് മാറുകയാണ്, നിങ്ങൾ കൊണ്ടുപോകണം എന്നാണ് അന്നത്തെ PCC പ്രസിഡന്റായ അങ്ങയോട് പറയുന്നത്. ആ ഒരു മുരളീധരൻ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ചർച്ചയിൽ സത്യത്തിലില്ല. അല്ല, ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല. എനിക്ക് ശരിക്കും വരേണ്ടിയിരുന്ന ആളാണ്. കാരണം അങ്ങ് ഒരു ഗ്യാപ്പ് വന്നു പോയത് കൊണ്ടുണ്ടായ നഷ്ടം ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്നുള്ള വലിയൊരു പ്രിവിലേജ് നഷ്ടപ്പെടുകയാണ്. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോയി തിരിച്ചു വന്നതിന് ശേഷം പാർട്ടി എനിക്ക് അവസരങ്ങൾ നൽകി. അതനുസരിച്ച് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്. കാരണം ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ആരും മത്സരിക്കാൻ തയ്യാറാവാത്ത നിയോജകമണ്ഡലത്തിൽ പോയി മത്സരിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ ഇനി ആ നിയോജകമണ്ഡലം തീർച്ചയായിട്ടും ഒരു വിഷമം ഉണ്ടാവുന്ന ഒരു തീരുമാനം എൻ്റെ ഭാഗത്തുണ്ടാവില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ ക്യാബിനറ്റിൽ എടുത്തില്ലെങ്കിൽ പോലും ഞാൻ ബഹളം ഉണ്ടാക്കില്ല. പക്ഷെ അതേ സമയത്ത് വട്ടിയൂർക്കാവിന് തരേണ്ട പ്രാധാന്യം തന്നില്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിയും. ആ കാര്യത്തിൽ പഴയ മുരളീധരനാവും. അതെ, അതിലേക്ക് എന്നെ കൊണ്ടുപോയില്ല എന്നാണ് എൻ്റെ വിശ്വാസം.